ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടോട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ വീട്ടിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട് കേട്ടോ. എനിക്ക് റെഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ക്യാപ്സിക്കം. പിന്നെ ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസ് ബോൺലെസ് ചിക്കനും എഗ്ഗും കേട്ടോ. അപ്പം പിന്നെ അരി 1.5 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് മസാല പിന്നെ മസാല മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മുട്ട ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നന്നായിട്ട് ചിക്കി ഒന്ന് റെഡിയാക്കി വെക്കുക. അത് രണ്ടും സെറ്റാക്കി വെക്കണം കേട്ടോ ആദ്യം. അതിനിടയിൽ നമ്മൾ ഇത് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം സൈഡിൽ കേട്ടോ. അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. അരിഞ്ഞ് വെച്ചതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അത് പൊരിക്കണം. ചിക്കന് ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് പൊരിച്ചെടുക്കണം. എല്ലാം നമ്മൾ ബട്ടറിലാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മസാല, അതായത് ഫ്രൈഡ് റൈസിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് ആദ്യം നമ്മൾ ഒരു ബട്ടറിൽ നല്ല മെൽറ്റ് ചെയ്തിട്ട് ഈ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ്, റെഡ് ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി ഒക്കെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമില്ലേ അത് മാറണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഒന്ന് വാടി അത് നല്ല ഇത് പോവരുത്, അതിൻ്റെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും വേണം. നല്ല ഇതിലൊന്ന് നല്ല കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അധികം ഇതിലും അങ്ങനെ സോസൊന്നും ചേർക്കണില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മളതിൽ ചോറ് ആഡ് ചെയ്തു, പിന്നെ മുട്ട ആഡ് ചെയ്തു, ചിക്കൻ ആഡ് ചെയ്തു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അതാണ് ഞാൻ കാണിക്കാഞ്ഞ്. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.